അടുത്ത് പരിചയപ്പെടുന്നതും ഇതേപോലെ പരിചയപ്പെട്ട സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഇത് 2018 ലാസ്റ്റ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ ഒന്നും പറയാണ്ടാവില്ല. പിന്നൊന്നും പറയാണ്ടാവില്ല. അപ്പം എന്നാലും പരമാവധി നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് വിറ്റാലും മോഡൽ വരുന്നത് പിന്നെ ഇതിന്റെ വിശേഷം വരാം. ഇത് 2015 മോഡൽ G4 എഞ്ചിനും ഇന്റർകൂളർ എല്ലാത്തും വരുന്നുണ്ട്. വണ്ടി ഉള്ളോട്ട് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. വാഹനം 72,000 രൂപയാണ്. ഒരു 2.5 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്ക് 3,25,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 3 ലോൺ ചെയ്തു വില ചെയ്യുന്നത് നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് ശരിയാണ്, വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർ ആണ്. യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ഓട്ടോ ഡിലക്സിലാണ്. ഒരുപാട് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. 2009 ശേഷമുള്ള, അതായത് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരുപാട് കാറുകളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മൾ ജുനൈദ് ഖാനെ പരിചയപ്പെട്ടു പോകും. അതായത് ജുനൈദ് ഖാൻ ആദ്യം കാണിച്ചതാ. ഹായ് ജുനൈദ് ഖാ. എന്തൊക്കെ ഉണ്ട്? സുഖമല്ലേ? ഒരുപാട് മോഡൽ ഉണ്ട് ഇവിടെ. ഒരുപാട് മോഡൽ 2009 ശേഷമുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടികളും ഏകദേശം ഒരു 6-8ഓളം വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ്. പിന്നെ ഓട്ടം കുറഞ്ഞ വണ്ടികളുണ്ട്. ഡീസൽ തന്നെ 22,000 രൂപ വണ്ടിയുണ്ട്, 36-40 കിലോമീറ്റർ ഓടിയ വണ്ടികളുണ്ട്. അങ്ങനെ പല ടൈപ്പ് വണ്ടികളുണ്ട്. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെ വരുന്നത്? ഇത് മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ മേൽമുറി ആലത്തൂർപ്പടി എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. മലപ്പുറം ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം കോഴിക്കോട് റൂട്ടിലാണ് നമ്മുടെ ഷോപ്പ്. സ്ഥാപനത്തിൻ്റെ പേര് ഓട്ടോ ഡിലക്സ് എന്നാണ്. ഓട്ടോ ഡിലക്സിലെ ജുനൈദ് ഖാണ് നമുക്ക് ഓരോ വണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ പോണേ അല്ലേ? അപ്പോൾ നോക്കിയാലോ എന്നാല്. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ആൾട്ടോ കേട്ടനാണ്. ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്ന വാഹനമാണ്. ഇത് 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം 72,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. AC പവർ സ്റ്റാറിങ്, 2 പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്ന വാഹനമാണ്. 2017 മോഡൽ ആൾട്ടോ കേട്ടന് EXI ഓപ്ഷനിൽ വരുന്ന വാഹനം. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഫ്രണ്ട് ടയറൊക്കെ ഒരു 40% ഓടാനുണ്ട്. അപ്പോൾ ടയർ കാര്യങ്ങളൊന്നും നോക്കാനില്ല. പിന്നെ വാഹനത്തിന് യാതൊരുവിധ ആക്സിഡൻറ്റ്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ പീസ് വാഹനമാണ്. തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വില 3,20,000 രൂപയാണ്. ഒരു 2.5 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്ക് ഇതിന് ലോണും കൊടുക്കാൻ പറ്റും. 2017 മോഡൽ ആൾട്ടോ കേട്ടന് 3,25,000 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ്. നെഗോഷ്യബിൾ കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം എത്ര പേര്? അത് നമുക്ക് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചിട്ട് നമുക്ക് ലോൺ ചെയ്ത് വില ചെയ്യുന്നത് അത് നമ്മൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഇയാൾ എടുക്കാൻ പറ്റുന്ന ആളാണോ അല്ലെങ്കിൽ ഇയാൾ താല്പര്യമുള്ള ആളാണോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു നഷ്ടമില്ലാത്ത രൂപത്തിൽ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും കൊടുക്കും. ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അത് ശരിയാണ്, വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഹുണ്ടായിന്റെ i20 അല്ലേ? i20 ഇത് 2016 മോഡല് 17 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ്. ഈ വണ്ടിക്ക് യാതൊരുവിധ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ഓണർ ആണ്. യാതൊരുവിധ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ 58,000 കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ. തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സിംഗിൾ ഓണറാണ്. AC പവർ സ്റ്റാറിങ്, ഫ്രണ്ട് പവർ വിൻഡോ, ഫ്രണ്ട് 2 എയർ ബാഗ്. ഇതായിരിക്കും ഇതിൻ്റെ ഓപ്ഷൻ വരിക. എയർ പ്ലസ് ആണ് ഓപ്ഷൻ വരുന്നത്. ടയർ വാങ്ങലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 60 മുതൽ 80% വരെ ടയർ കാര്യങ്ങളെല്ലാം ഓടാണ്ട്. ആകെ 58,000 ഓടിയിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന വില 4,90,000 രൂപയാണ്. നമുക്ക് നെഗോഷ്യബിൾ റേറ്റാണ്. ചെറിയ ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 4 ലക്ഷം രൂപേൻ്റെ മുകളിൽ നമുക്ക് ബാങ്ക് ലോണും കേരളത്തിൽ എവിടെയും കൊടുക്കാൻ പറ്റും. ഇനി സേർട്ടോടമാണ് വേണമെങ്കിൽ ഏകദേശം 50% വരെ സേർട്ടോട് കിട്ടും. അത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓരോ സ്ഥലത്തിനനുസരിച്ച്. 4,90,000 ചോദിക്കുന്നത്. എന്തായാലും നെഗോഷ്യബിൾ ആണ്. 80,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ ഇറക്കി കൊണ്ടുപോകാം. എന്തായാലും വണ്ടി ഇറക്കി കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്ത് തൊട്ടടുത്തുള്ള ഏത് വണ്ടിയും അതാത് കമ്പനി കയറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ മാരുതിൻ്റെ വണ്ടിയാണെങ്കിൽ മാരുതിൻ്റെ ഷോറൂമിൽ, ഹുണ്ടായിൻ്റെ വണ്ടി ഹുണ്ടായിൻ്റെ ഷോറൂമിൽ കയറ്റി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുന്ന 2018 മോഡൽ ഡീസൽ ഓപ്ഷനിൽ വരുന്ന VDI ഓപ്ഷനിൽ വരുന്ന സ്വിഫ്റ്റ് ആണ്. ഇത് 1,16,000 കിലോമീറ്ററാണ് ഓടിയത്. സിംഗിൾ ഓണർ ആണ്. യാതൊരുവിധ ആക്സിഡന്റ്, റീപ്ലേസ് ഒന്നുമില്ല. കറക്റ്റ് കമ്പനി AC പുറത്തിറങ്ങി 4 പവറിന്റെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ്. ടയർ വാങ്ങലൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം കുഴപ്പമില്ലാതെ ഓടാനുള്ള ഒരു ടയർ ഉണ്ട്. ഒരു 40% മുകളിൽ ടയർ കാര്യങ്ങളെല്ലാം ഓടാനുണ്ട്. 1,16,000 രൂപ സിംഗിൾ ഓണർ വണ്ടി. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ക നീറ്റ് വണ്ടിയാണ്. നമ്മളിതിന് ഉദ്ദേശിക്കുന്നത് 6,35 ചോദിക്കണ വില. എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5,45 വരെ കേരളത്തിൽ എവിടെയുള്ള ആൾക്കാർക്ക് നമുക്ക് നല്ല പ്രൊഫൈൽ നോക്കിയിട്ട് ബാങ്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല നിങ്ങൾ കമ്പനി കയറ്റിയിട്ട് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തി ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അത്രയും നീറ്റ് വണ്ടിയാണ്. ധൈര്യമായിട്ട് ബിസിനസ് എടുക്കാം. 2018 മോഡൽ VDI ആണ്. ഡീസൽ VDI സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് വാഗ്നർ അല്ലേ? ഇത് 2010 മോഡൽ 11 രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടി. ഈ വാഗ്നർ 2010 2 ടൈപ്പ് വരുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. 2010 മോഡൽ 11 രജിസ്ട്രേഷനിൽ വരുന്ന 61,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. AC പവർ സ്റ്റാറിങ്, 4 പവർ വിൻഡോ,
സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, പുറകിൽ വൈപ്പർ വരുന്നുണ്ട്, അലോയിൽ എക്സ്ട്രാ കയറ്റിയിട്ടുണ്ട്. മേജറായിട്ടുള്ള ആക്സിഡന്റോ ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്ക് പറ്റിയിട്ടില്ല. ഉദ്ദേശിക്കുന്ന വില 2,75,000 രൂപയാണ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. ചെറിയ ഇതിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1.25 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാങ്ക് ലോണും കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കിത് ഏകദേശം എത്ര മൈലേജ് കിട്ടും? ഇതൊരു 15 കിലോമീറ്ററൊക്കെയാണ് സാധാരണ മൈലേജ് സാധാരണ വാഗനറിന് കിട്ടുന്നത്. പിന്നെ ഓടിക്കുന്ന ആളെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. എന്നാലും 15 കിലോമീറ്റർ 16 കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. പെട്രോൾ വേരിയന്റും ആണ് വരുന്നത്. പെട്രോൾ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നതും ഇതേപോലെ പരിചയപ്പെട്ട സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ്. ഇത് 2018 മോഡലാണ്. ഇത് VXI ഓപ്ഷനാണ്, പെട്രോൾ ആണ്. ഒരു 18-19 കിലോമീറ്ററൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഈ വാഹനം ശരിക്കും 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ മേജറായിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കാര്യങ്ങളൊക്കെ ഒരു 60% ഓടാനുള്ള ടയർ കാര്യങ്ങളുണ്ട്. പുറകിലാണെങ്കിൽ ടയർ കുറവാണ്. 2018 മോഡൽ സെലോറിയോ AC കോർസറിന് 4 4 സെൻട്രൽ ലോക്ക് വരുന്ന വണ്ടിയാണ്. പിന്നെ വണ്ടിക്ക് മേജറായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വണ്ടി പക്ക വണ്ടിയാണ്. 4 പക്ക നമ്മൾ ചോദിക്കണ വില കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചെറിയ ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏകദേശം 3.25 വരെ നമുക്ക് ആൾക്കാർക്ക് ഇതിന് ലോണും കൊടുക്കാൻ പറ്റും. ഏത് ബാങ്ക് ലോണും കേരളത്തിൽ എവിടെയും ചെയ്ത് കൊടുക്കാം. അതായത് കുറഞ്ഞ മുടക്കിൽ വണ്ടി ആവശ്യപ്പെടുന്ന ആൾക്കാർ നമുക്ക് ഒരു 30 ഉറുപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി സുഖമായിട്ട് നമുക്ക് കൊടുക്കാം. 30 ഉറുപ്പ്യയുടെ വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം. ഇറക്കി കൊണ്ടുപോകല്ല. ഇത് പെട്രോൾ വേരിയന്റിൽ ഏകദേശം എത്ര മൈലേജ്? 20 ഒരു 18-19 കിലോമീറ്റർ ശരിക്കും. ഇതിനും അൾട്ടോ കേട്ടന് അതേപോലെ സെലോറിയോ ഈ വാഗനറിന്റെ ഏകദേശം ഒരേ എഞ്ചിൻ ടൈപ്പ് വരുന്നതാണ്. ഓക്കെ, നല്ല യാത്ര അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ടാവും. സെലോറിയോ നല്ല മാർക്കറ്റുമാണ്. പിന്നെ നമ്മൾ അടുത്ത വണ്ടി നെക്സോൺ. ഇത് ടാറ്റന്റെ വണ്ടിയാണ്. ടാറ്റന്റെ വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പവർഫുൾ വണ്ടിയാണ്. ഒരുവിധപ്പെട്ട ആക്സിഡന്റ് ഈ ടാറ്റന്റെ നെക്സോൺ എന്ന് കാണുമ്പോൾ എപ്പോഴും മനസ്സിലാക്കി വരുന്ന EV ആണ്. കാരണം ഈ EV ഏറ്റവും കൂടുതൽ ഇപ്പോൾ EV ആണ്. കാരണം മറ്റേ MVD ഒക്കെ ചെക്കിങ്ങിന് വരുന്നൊക്കെ EVന്റെ മുകളിലാണ് വരുന്നത് അല്ലേ? ഇത് അതിന്റെ പെട്രോൾ വേരിയന്റ് വണ്ടിയാണ്. ഏകദേശം ഒരു 15 മുതൽ 16 കിലോമീറ്റർ ഒക്കെ ശരാശരി മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇത് XZ പ്ലസ് വരുന്ന ഓപ്ഷനിൽ വരുന്നത്. അത് ഫുൾ ഓപ്ഷനാണ്. ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. 2019 മോഡൽ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ തന്നെയാണ്. ടയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 50% ടയർ ഉണ്ട്. കാരണം 22,000 ഓടി കമ്പനിയിൽ അറിയപ്പെടുന്ന ടയർ തന്നെയാണ്. യാതൊരുവിധ ആക്സിഡന്റോ റീപ്ലേസോ വണ്ടിക്ക് വന്നിട്ടില്ല. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ AC കോർച്ചാറിംഗ് 4 പവറിന്റെ സെൻട്രൽ ലോക്ക്, ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം, വരുന്നുണ്ട്, ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. സീറ്റ് കവറൊക്കെ പക്ക അടിപൊളി സീറ്റ് കവറാണ്. ഇന്റീരിയലൊക്കെ നല്ല നീറ്റാണ്. ആകെ 22,000 ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ പ്രയത്നം കാര്യങ്ങൾ മാത്രമേ വണ്ടിക്കുള്ളൂ. 2019 മോഡൽ 22,000 ഓടിയ പെട്രോൾ വേരിയന്റ്. ഏകദേശം ഒരു 15-16 കിലോമീറ്റർ മൈലേജ് കിട്ടാവുന്ന വണ്ടി. 8.25 ലക്ഷം രൂപ വരെ ഏകദേശം ഒരു 7 ലക്ഷം രൂപ മുകളിൽ നമുക്ക് ബാങ്ക് ലോൺ കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള ആൾക്കാർക്ക് നല്ല മാക്സിമം നമുക്ക് ലോണും കൊടുത്താൽ കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റും. നമുക്കിത് നെഗോഷ്യബിൾ കഴിഞ്ഞിട്ട് ഏകദേശം ലാസ്റ്റ് പ്രൈസ് എത്ര? ലാസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി കച്ചവടമാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും. ലാസ്റ്റ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പിന്നെ ഒന്നും പറയാണ്ടാവില്ല. അപ്പൊ എട്ടകാലാണ് ചോദിക്കുന്നത്. എന്തായാലും ഇവിടെ വന്ന് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാക്സിമം ജുനൈദ് ഭായി ചെയ്ത് കൊടുക്കും. കാരണം നമുക്കിത് വിൽക്കാനുള്ള സാധനം നമ്മൾ വെച്ചോണ്ട് കിടയിൽ. പക്ഷെ എന്ന് കരുതിയിട്ട് നമുക്കിത് നഷ്ടത്തിന് കൊടുക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകില്ല. അപ്പൊ നമുക്ക് ഒരു ആള് വന്ന് വണ്ടി കണ്ടിട്ട് അയാൾ വണ്ടി എടുക്കും, നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ചെയ്ത് കൊടുക്കും. ഒരു പരിധിക്ക് താഴെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നാലും ഒരു പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കാം. ഇത് വിറ്റാൽ നമുക്ക് അടുത്ത വണ്ടി വാങ്ങാൻ പറ്റുള്ളൂ. അതിലെ നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടന്നു പോകുള്ളൂ. അപ്പോൾ പരമാവധി നമ്മൾ ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഇന്നോവ ആണ്. ടൊയോട്ടയുടെ ഇന്നോവ ആണ് വരുന്നത്. ഇന്നോവ ഏതാ മോഡൽ വരുന്നത്? ഇന്നോവ നമ്മുടെ 2-3 ടൈപ്പ് വരുന്നുണ്ട്. പക്ഷേ ഇന്നോവ ക്രിസ്റ്റ ആണെങ്കിൽ 2018 ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്തുണ്ട്. അതേപോലെ 2000 G4, അതേപോലെ 2017 V ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇന്നോവ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ. ആവശ്യക്കാർ വിളിച്ചാൽ ഇന്നോവ ക്രിസ്റ്റന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് ഏതാ മോഡൽ വരുന്നത്? പിന്നെ ഇതിന്റെ വിശേഷം വരാം. ഇത് 2015 മോഡൽ G4 ആണ്. അതായത് റീ രജിസ്ട്രേഷൻ വണ്ടിയല്ലേ? റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. G4 ആണ്. പക്ഷേ ഈ G4 റീ രജിസ്ട്രേഷൻ വണ്ടിന്റെ ഒരു മെയിൻ പ്രത്യേകത എന്താ പറയുക? സാധാരണ കേരളത്തിലുള്ള മൈലേജിനെക്കാട്ടി കൂടുതൽ കിട്ടും. ഒരു 3-4 എന്തായാലും മൈലേജ് 13-14 കിലോമീറ്റർ മൈലേജ്. ഇവിടെയുള്ള കേരളത്തിലുള്ള ഇന്നോവക്ക് എന്തായാലും ഒരു 10 ഒക്കെ കിട്ടാം. 2 ടൈപ്പ് എഞ്ചിനും ഇന്റർകൂളർ എല്ലാത്തും വരുന്നത്. ഇന്റർകൂളർ എഞ്ചിന് 13 കിലോമീറ്റർ 14 കിലോമീറ്റർ മൈലേജ് കിട്ടും. പിന്നെ മാത്രമല്ല ഏതൊരു വാഹനം എന്നല്ല ഏതൊരു സാധനം ഞാൻ മനസ്സിലാക്കി എടുത്തോളം ഉപയോഗിക്കുമ്പോഴേ അതിന് ക്വാളിറ്റി കൂടുന്നുള്ളൂ. അപ്പം വാഹനം ഈ റീവണ്ടികളെ കറക്റ്റ് സർവീസ് ഉണ്ടാവും. ഇനിയിപ്പോൾ അവർ പുറത്തുനിന്നാണെങ്കിലും കമ്പനിയിൽ നിന്നാണെങ്കിലും കറക്റ്റ് ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം കറക്റ്റ്. നമ്മൾ വണ്ടി മെയിൻറ്റെയിൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചുണ്ടാവും വണ്ടിന്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ബോഡി എല്ലാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏത് സാധനം എങ്ങനെയാണ് നമ്മൾ. പക്ഷെ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഒരു നീറ്റ് ആൻഡ് ക്ലീനിലാട്ടോ എല്ലാവരും വണ്ടി കറക്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ. വേറെ പറയാം. അപ്പം ഞാൻ ഒരു 1.5-2 വർഷം മുമ്പ് ഞാൻ കൊണ്ടോട്ടി ഷോപ്പ് നടത്തുന്ന സമയത്ത് വിറ്റിരുന്ന ഒരു ലീവ് ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ ആ വണ്ടി എനിക്ക് റിട്ടേൺ എടുക്കേണ്ടി വന്നു.
അപ്പോൾ ആ വണ്ടി ഞാൻ എടുത്തിട്ട് കോഴിക്കോട് ഒന്നുകൂടി മോഡൽ കൂടിയൊരു വണ്ടി കൊടുത്തു. അപ്പോൾ ആ വണ്ടി ഞാൻ വണ്ടി എടുത്ത സമയത്ത് അവരോട് ചോദിച്ചു, ഞാനിപ്പോൾ 1.5-2 വർഷം നിങ്ങൾക്ക് തന്നിട്ട് വണ്ടി നിങ്ങൾ ഓയിലൊക്കെ എപ്പോഴാണ് മാറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കൊടുത്ത അന്ന് മാറ്റിയതാണ്, പിന്നെ മാറ്റിയിട്ടില്ല, ആകെ 6000 ഓടിയിട്ടുള്ളൂ പറഞ്ഞു. അപ്പൊ അത് വർഷത്തിലൊരിക്കൽ വർഷത്തിലല്ല കാര്യം. കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വർഷത്തിലൊരിക്കൽ മെയിൻ്റെനൻസ് കറക്റ്റ് ആണെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും വണ്ടി നിൽക്കും. അത് റീവണ്ടിയാണോ കേരള വണ്ടിയാണോ നോക്കണ്ട. ഓട്ടോ അതുപോലെ തന്നെ ഇന്നോവ, സ്വിഫ്റ്റ് ഇതൊക്കെ നോക്കുമ്പോൾ കിലോമീറ്ററിലല്ല കാര്യം. കിലോമീറ്റർ കാരണം ഇന്നോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല അടിപൊളി വണ്ടി തന്നെയാണ്. കാരണം ഇന്നോവ ഓടിച്ചവർക്ക് അറിയാം അതിന്റെ ഇത് പറയുന്ന കൂട്ടത്തിൽ പറയാട്ടോ. വണ്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഞാൻ കച്ചവടക്കാരൻ, അപ്പൊ നമ്മൾ വണ്ടി എടുക്കാൻ നേരത്തെ കിലോമീറ്റർ നോക്കും, എത്ര കിലോ. കാരണം എനിക്കിത് വിൽക്കാനുള്ളതാണ്. വിൽക്കുന്ന നേരത്തെ ആൾക്കാർ കിലോമീറ്റർ ചോദിക്കുന്നുണ്ട്. എടുക്കുന്ന സമയത്ത് നമ്മൾ കിലോമീറ്റർ നോക്കാറുണ്ട്. അപ്പോൾ ആൾക്കാർ ചോദിക്കും കിലോമീറ്റർ നോക്കാറില്ല, കച്ചവടക്കാരായ നിങ്ങളല്ലേ ഞങ്ങളല്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ വണ്ടിന്റെ ക്വാളിറ്റിയും വണ്ടിന്റെ കിലോമീറ്ററും യാതൊരു ബന്ധവുമില്ല. വണ്ടിന്റെ മെയിൻ്റനൻസ് ചെയ്തത് എങ്ങനെയാണ്, അത് കറക്റ്റ് എഞ്ചിൻ കണ്ടീഷനും കാര്യങ്ങളൊക്കെ പക്കയാണെങ്കിൽ വണ്ടിക്ക് എത്ര വില കൊടുത്താലും വണ്ടിയെ ക്വാളിറ്റി കാണിക്കും. അതേ സമയത്ത് ഓയിൽ സർവീസ് കറക്റ്റ് ഇല്ല, അതേപോലെ മെയിൻ്റനൻസ് കറക്റ്റ് അല്ലെങ്കിൽ എത്ര കുറഞ്ഞ കിലോമീറ്റർ ആണെങ്കിലും അത് നമ്മളെ പാതി വഴിയിൽ നിർത്തും. അപ്പോൾ വണ്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ 2015 മോഡൽ G4 ഇന്നോവയാണ് ഈ വണ്ടി. അത് രജിസ്ട്രേഷൻ ആണ്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ഒരു ലോർ റീപ്ലേസ് ഉണ്ട്. നമ്മൾ 8:30 ചോദിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാന്യമായി കാര്യമായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. G4 ആണ്. AC പുറത്തിറങ്ങി 4 പവറിന്റെ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടയർ നോക്കുകയാണെങ്കിൽ 80-85% ടയറുണ്ട്. പിന്നെ 7 സീറ്ററാണ്. നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ടൈപ്പ് 4 ആണ്. ഇന്ത്യൻ കൂളറാണ്. 13-14 കിലോമീറ്റർ ഡീസൽ നിങ്ങൾക്ക് ഇത് മൈലേജും കിട്ടും. പിന്നെ 140 ഓടിയാണ്. കറക്റ്റ് കമ്പനി ഹിസ്റ്ററി സർവീസ് കാര്യങ്ങളെല്ലാം ഈ വണ്ടിക്കുണ്ട്. ഈ ഒരു ഡോർ റീപ്ലേസ് വന്നിട്ടുണ്ട്. വേറെ കട്ടമുട്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം. നല്ല വണ്ടിയാണ്. നിങ്ങൾ ഓടിച്ചു നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്തൊരു വണ്ടിൻ്റെ ഏകദേശം എത്ര ലോൺ കിട്ടും? ഇത് ഇപ്പൊ നിലവിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഈ വണ്ടിക്ക് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കേണ്ടി വരും. ഒരു 7 ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് ലോൺ കൊടുക്കാം നല്ല പ്രൊഫൈൽ ആണെങ്കിൽ. അതായത് 4 ലക്ഷം രൂപ വരെയൊക്കെ നോർമലി എല്ലാവർക്കും ലോൺ പാസ്സാവും. അതിന്റെ മുകളിലേക്ക് ലോൺ പാസ്സാവണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഒരു 4 ലക്ഷത്തിന് മുകളിൽ ഒരു 6, 7, 9 വരെയുള്ള ആൾക്കാർക്ക് IT വേണമെന്നില്ല. പക്ഷെ നല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകുമ്പോൾ ബാങ്ക് അത് ലോൺ കൊടുക്കുള്ളൂ. ഇയാൾക്ക് തിരിച്ചടക്കാൻ പറ്റുമെന്ന് അവർ നോക്കുകയാണ്. അപ്പൊ നല്ല സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്കൊരു 7-7.5 കേരളത്തിൽ എവിടെ ലോൺ കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഹുണ്ടായുടെ ക്രെറ്റ. ഈ വണ്ടി 1.5 ഈ വണ്ടി ഉള്ളോട്ട് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലെതർ വർക്ക് കാര്യം നീറ്റ് വണ്ടിയാണ്. പിന്നെ ഇന്റീരിയർ പക്ക നീറ്റ് വണ്ടി നമ്മൾ ബസ് തന്നെ കാണുമ്പോൾ തന്നെ ഇതിന്റെ ഇന്റീരിയർ വർക്കാണ് നോക്കുന്നത്. അതേപോലെ താഴെ നോക്കുകയാണെങ്കിൽ അതിന്റെ സീറ്റ് കവറിന് സെയിം ആണ്, എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് വണ്ടിയാണ്. ഈ വണ്ടി എങ്ങനെ വെച്ചാൽ 2015 മോഡലാണ്. 1.4 ആട്ടോ മൈലേജ് കൂടും. 1.6 വരുന്നുണ്ടായിരുന്നു. പിന്നെയാണ് 1.5 എല്ലാം വന്നത്. ഇത് 1.4 വരുന്ന SX ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. അപ്പം SX പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് വണ്ടിയാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ SX ഓപ്ഷനിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് SX ആണ്. AC പുറത്താണ്. 4 പവറിന്റെ സെൻട്രൽ ലോക്ക്, ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അതേപോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, റിവേഴ്സ് ക്യാമറ, 2 എയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. സൺറൂഫ് ഉണ്ടാവില്ല. അതേപോലെ 6 എയർ ബാഗ് ഉണ്ടാവില്ല. ഇത് മാത്രമേ കുറവുണ്ടാവുള്ളൂ. സൺറൂഫ് ഒക്കെ എനിക്ക് തോന്നുന്നു 2017 ശേഷം ഈ ക്രെറ്റയിൽ വന്നെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് അറിയില്ല, അറിയാത്ത കാര്യം ഉണ്ടാവുമല്ലോ. അത് വേണമെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തിക്കോട്ടെ എന്നുകൂടെ. അപ്പോൾ 2015 മോഡല് വണ്ടി. ഇത് നമ്മൾ 8.5 ലക്ഷം റുപ്യ ചോദിക്കുന്നത്. ഏകദേശം ഒരു 7 ലക്ഷം 7.25 ലക്ഷം ഒക്കെ പ്രൊഫൈൽ നമുക്ക് ലോൺ കിട്ടും. 8.25 ചോദിക്കേണ്ട എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കും ചെയ്യാം. എത്ര മൈലേജ് ഇട്ടുണ്ട്? ഇത് 72,000 കിലോമീറ്റർ ആണ് ഓടിയത്. ഡീസലിന് ഏകദേശം ഒരു 18 മുതൽ 20 കിലോമീറ്റർ വരെയൊക്കെ നോർമലി മൈലേജ് ഉണ്ട്. പിന്നെ ലോങ് ഡ്രൈവ് ഒക്കെ ആകുമ്പോൾ നല്ല മൈലേജും കിട്ടും അല്ലേ? 22 വരെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം ഞാൻ ഉപയോഗിച്ച് നോക്കാത്തത് എനിക്ക് അത് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അപ്പൊ ഉപയോഗിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തിക്കോട്ടെ. ബലാനോ 2 എന്റെ കയ്യിലുണ്ട്. ഞാൻ 2 കാണിച്ചു തരാം. ഇത് 2017 മോഡൽ ഡീസലാണ്. 2017 മോഡൽ ഡീസൽ ആൽഫ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ആൽഫ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. അലോവിയിൽ വരും, ബട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് എൻട്രി വരും, എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. 1,22,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2017 96 വരെ കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. തൊട്ടോ മുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ അങ്ങനെ ചെറിയ കാര്യങ്ങൾ ഒഴിച്ചാൽ മേജറായിട്ടുള്ള ഒന്നും തന്നെ വണ്ടിക്ക് ഇല്ല. ധൈര്യം വിശ്വസിച്ച് കൊടുക്കാം. നമ്മൾ 7.65 വണ്ടിക്ക് 6.65 വണ്ടിക്ക് ചോദിക്കുന്നത്. 6,65,000 വണ്ടിക്ക് ചോദിക്കുന്നത്. നമുക്കൊരു 6 ലക്ഷം റുപ്യ വരെ ബാങ്ക് ലോൺ കൊടുക്കാം. അതായത് ഒരു 66,000 റുപ്യ മുടക്കാണ്ടെങ്കിൽ, അല്ലെങ്കിൽ 66,000 അടുത്ത് മുടക്കാണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയതൊക്കെ നെഗോഷ്യബിൾ ആക്കിയിട്ട്
വണ്ടി നമുക്ക് ലോണിൽ കേരളത്തിൽ എവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റും. ആൽഫ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബ്ലൂ കളർ ഏറ്റവും ഡിമാൻഡുള്ള കളറുമാണ്. ഏറ്റവും ഡിമാൻഡുള്ള കളറുമാണ്. നമുക്കിത് ഏകദേശം മൈലേജ് ഇതിന് 22-23 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും. നമ്മളെ നോർമൽ ഓട്ടത്തിന് ഡീസൽ മറ്റേ ബലാനോയുടെ മൈലേജ് അന്വേഷിച്ചാൽ മതി. ഒരു 10, 22, 23, 24 കിലോമീറ്റർ വരെ നോർമലി മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ബലാനോ. ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാം. നമ്മൾ ന്യൂ മോഡൽ സ്വിഫ്റ്റ് വരിക. നമ്മൾ ന്യൂ മോഡൽ സ്വിഫ്റ്റിന്റെ മൈലേജ് പറഞ്ഞില്ല, എന്തായാലും 22-ന്റെ മുകളിൽ കിട്ടും. ലോങ് ഒക്കെ പോകണമെങ്കിൽ 30-ന്റെ മുകളിൽ കിട്ടും. മാർക്കറ്റ് എതിർപ്പുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തിക്കോട്ടെ, കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ലോങ് പോവാണെങ്കിൽ കേട്ടോ, നമ്മൾ ഷോർട്ടിൽ അങ്ങാടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് അങ്ങാടിക്ക് ഇറങ്ങുന്ന കിലോമീറ്റർ അല്ല പറഞ്ഞത്. നമ്മൾ ബാംഗ്ലൂരിലേക്ക് ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ 30-ന്റെ മുകളിൽ മൈലേജ് കിട്ടും, ഏത് ഡീസൽ വണ്ടി ആണെങ്കിലും ലോങ്ങിൽ. അപ്പോൾ ഇത് നമുക്കൊരു 22-24 വരെ മൈലേജ് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 8ഓളം വണ്ടിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സെക്കൻഡ് പാർട്ട് വരും. ഏകദേശം ഇയർ കൂടിയ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളാണ് നമ്മൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ജുനൈദ് ഭായി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. മൂപ്പര നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചോളി. കാരണം വണ്ടി ഒരു മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ആൾ എടുത്തുകൊണ്ടു. അത്രയ്ക്കും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസം തന്നെ വരാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തു. ഒരുപാട് മോഡലുണ്ട്. ഇന്നോവ ഉണ്ട്, ഈക്കോ ഉണ്ട്, വെന്യൂ ഉണ്ട്, അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട്. ഷിഫ്റ്റ് പുതിയ മോഡലുണ്ട്, മൈലേജ് കൂടിയ വണ്ടിയുണ്ട്, എർട്ടിക ഉണ്ട്, അങ്ങനെ ഒരുപാട് ഈ വണ്ടികളുണ്ട്. ആ ഒരു വണ്ടീൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നാളെ നമ്മൾ വരുന്നതാണ്. അപ്പോൾ തൽക്കാലം